ലിയോണൽ മെസ്സിക്കും അർജന്റീനയ്ക്കും അനുകൂലമായി റഫറി പെരുമാറിയെന്ന പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അൾജീരിയ. ആദ്യ മത്സരത്തിലെ തോൽവിക്ക് പിന്നാലെയാണ് മോശം റഫറിങ് ആരോപിച്ച് ഫിഫയ്ക്ക് പരാതി നൽകിയിരിക്കുന്നത്. മെസ്സിക്ക് കാർഡ് കൊടുക്കാത്തതാണ് ഈ പ്രധാന പരാതിയായി വരുന്നത്. അർജന്റീന അൾജീരിയ മത്സരത്തിനിടെ ആദ്യ പകുതിയിലാണ് സംഭവം. പന്ത് പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിനിടെ അൾജീരിയൻ ക്യാപ്റ്റൻ ഐസ മെൻഡിയെ ലിയോണൽ മെസ്സി ഫൗൾ ചെയ്തു. ഫൗൾ വിളിച്ച റഫറി ഷിമോൺ മാർസിനിയാക് അൾജീരിയയ്ക്ക് അനുകൂലമായി ഫ്രീ കിക്ക് അനുവദിച്ചു. എന്നാൽ മെസ്സിക്ക് കാർഡൊന്നും നൽകിയില്ല. റെഡ് കാർഡ് നൽകേണ്ട ഫൗളായിരുന്നുവെന്നും വാർ പരിശോധനയ്ക്ക് പോലും മുതിരാതെ റഫറി ഏകപക്ഷീയമായി പെരുമാറിയെന്നാണ് അൾജീരിയയുടെ പരാതി. രണ്ടാം പകുതിയിൽ ഇബ്രാഹിം മാസയെ അർജന്റീൻ താരം മക്കലിസ്റ്റർ കൈമുട്ടുകൊണ്ട് മുഖത്തിടിച്ചതിനും റഫറി കാർഡ് നൽകിയില്ലെന്നും ഫിഫയ്ക്ക് നൽകിയ പരാതിയിൽ അൾജീരിയൻ ഫുട്ബോൾ ഫെഡറേഷൻ ആരോപിക്കുന്നു. 2022 ലോകകപ്പ് ഫൈനൽ നിയന്ത്രിച്ചതും ഇതേ റഫറിയായിരുന്നു. മത്സരത്തിൽ മെസ്സിയുടെ ഹാട്രിക് കരുത്തിലായിരുന്നു അർജന്റീനയുടെ മിന്നും ജയം. എന്നാൽ മെസ്സിക്ക് കാർഡ് നൽകിയിരുന്നുവെങ്കിൽ മത്സരഫലം തന്നെ മാറിയേനെ എന്നാണ് അൾജീരിയൻ ആരാധകരും ഫെഡറേഷനും വാദിക്കുന്നത്. മെസ്സിയുടെ ഫൗളിനെതിരെ ഫുട്ബോൾ ലോകം തന്നെ രണ്ട് തട്ടിലാണ്. മെസ്സിയുടെ ഫൗൾ മനഃപൂർവ്വമല്ലെന്നും റഫറിയുടെ തീരുമാനം ശരിയായിരുന്നുവെന്നാണ് ഫ്രഞ്ച് ഇതിഹാസം തിയറി ഹെൻറിയുടെ അഭിപ്രായം. എന്നാൽ റെഡ് കാർഡ് അർഹിക്കുന്ന ഫൗളാണെന്നായിരുന്നു മുൻ മാഞ്ചസ്റ്റർ സിറ്റി താരം നെടും മുനൂഹ വാദിക്കുന്നത്. വേൾഡ് കപ്പ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.